വില കൂടിയ CO2 സിലിണ്ടർ വേണ്ട. വെറും സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും ഉപയോഗിച്ച് വീട്ടിൽ തന്നെ CO2 ഉണ്ടാക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഞാൻ വാങ്ങിയ ഡൈ CO2 കിറ്റ്, അതോടൊപ്പം സിട്രിക് ആസിഡ്, ബേക്കിംഗ് സോഡ, ഇളം ചൂടുവെള്ളം എന്നിവയാണ് വേണ്ടത്. 2200 രൂപ മാത്രമായുള്ളൂ. ആമസോൺ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ട്യൂബുകളും കണക്റ്റുകളും സെറ്റ് ചെയ്യുന്നത് കാണാം. ആദ്യം കിറ്റിലെ എല്ലാ ട്യൂബുകളും കണക്ടറുകളും ശരിയായ രീതിയിൽ ഘടിപ്പിക്കണം. വീഡിയോ പ്രകാരം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കി ചെയ്യാവുന്നതായിട്ട്. അതിനുശേഷം ലീക്കില്ലെന്ന് ഉറപ്പാക്കണം. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചത് 200 ഗ്രാമിൻ്റെ സിട്രിക് ആസിഡും 200 ഗ്രാമിൻ്റെ ബേക്കിംഗ് സോഡയുമാണ്. 200 ഗ്രാം സിട്രിക് ആസിഡ് 600 മില്ലി ഇളം ചൂടുവെള്ളത്തിലോട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം നന്നായി കുലുക്കുക. അടുത്തതായി 200 ഗ്രാം ബേക്കിംഗ് സോഡ 200 മില്ലി ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം നന്നായി കുലുക്കുക. ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. വാങ്ങുമ്പോൾ പാക്കറ്റിൽ ബേക്കിംഗ് സോഡ എന്ന് തന്നെ എഴുതിയിരിക്കുന്നതാണ് വാങ്ങേണ്ടത്. ബേക്കിംഗ് പൗഡർ ഉപയോഗിച്ചാൽ ഇത് പ്രവർത്തിക്കില്ല. കാരണം നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് മുന്നേ. അപ്പോൾ ബേക്കിംഗ് സോഡ തന്നെ അങ്ങനെ തന്നെ എഴുതിയത് വാങ്ങാൻ ശ്രദ്ധിക്കണം. നമ്മൾ അടുത്തതായി നോക്കേണ്ടത് പ്രഷർ ഗേജ് ഘടിപ്പിക്കാൻ പോകുന്ന ബോട്ടിലേക്കായിരിക്കണം നമ്മൾ സിട്രിക് ആസിഡും ചെറു ചൂടുവെള്ളവും ഒഴിക്കേണ്ടത്. അതിനുശേഷം നന്നായി അത് മിക്സ് ചെയ്യണം. അടുത്ത ബോട്ടിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡയും ചെറു ചൂടുവെള്ളവുമാണ് മിക്സ് ചെയ്യേണ്ടത്. അതിപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. ചൂടുവെള്ളം മിക്സ് ചെയ്യേണ്ട അളവ്, അത് ഇളം ചൂടുവെള്ളം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് 200 mg സിട്രിക് ആസിഡിന് നമ്മൾ 600 ml ഇളം ചൂടുവെള്ളവും, അതുപോലെ തന്നെ 100 mg ബേക്കിംഗ് സോഡയ്ക്ക് 200 ml തന്നെ ഇളം ചൂടുവെള്ളം, അത് സെയിം അളവിലാണ്. അതായത് 200 mgക്ക് 200 ml ഇളം ചൂടുവെള്ളം എന്ന രീതിയിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പറയാൻ വിട്ടുപോയിരുന്നു, ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്തത് കൊക്കക്കോളയുടെ ബോട്ടിലാണ്. സാധാ ബിസ്ലറിയുടെ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കൊക്കക്കോളയുടെ ബോട്ടിൽ നന്നായി കഴുകി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. റെഗുലേറ്റർ ഘടിപ്പിച്ചിരിക്കുന്ന കുപ്പിയിലോട്ടായിരിക്കണം നമ്മൾ ബേക്കിംഗ് സോഡ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഗുലേറ്റർ ഘടിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുപ്പി, ആ കുപ്പിയിലായിരിക്കും ബേക്കിംഗ് സോഡയുടെ ലൈനി നമ്മൾ മിക്സ് ചെയ്യുന്നത്.
ഈ രാസപ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയിട്ട് 2 കുപ്പികളും തമ്മിൽ ട്യൂബ് കണക്ഷനുണ്ട്. ബേക്കിംഗ് സോഡയുടെ കുപ്പിയും സിട്രിക് ആസിഡിൻ്റെ കുപ്പിയുമായിട്ടൊരു കണക്ഷനുണ്ട്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയുടെ ഒഴിച്ചിരിക്കുന്ന കുപ്പിയും അക്വേറിയത്തിലെ ഡിഫ്യൂസറുമായിട്ടും ഒരു ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ നമ്മൾ 2 റെഗുലേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ റെഗുലേറ്ററിൻ്റെ ആവശ്യമില്ല. കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന ഒരു റെഗുലേറ്റർ ഉണ്ട്, അത് മാത്രം യൂസ് ചെയ്താലും മതി. നമ്മളതിന് ശേഷം സിട്രിക് ആസിഡിൻ്റെ ബോട്ടിൽ നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സിട്രിക് ആസിഡ് ട്യൂബിലൂടെ ബേക്കിംഗ് സോഡയിലോട്ട് പോവുകയും അപ്പോൾ പ്രഷർ ഗേജിൽ നമുക്ക് അത് അങ്ങോട്ട് 2-3 തവണ ബേക്കിംഗ് സോഡയും ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. വീണ്ടും സിട്രിക് ആസിഡിൻ്റെ ബോട്ടിൽ പ്രസ് ചെയ്യുക. അപ്പോൾ സിട്രിക് ആസിഡിൽ നിന്ന് സിട്രിക് ആസിഡ് നമ്മുടെ ബേക്കിംഗ് സോഡയുടെ ബോട്ടിലോട്ട് പോവുകയും പ്രഷർ ഗേജിൽ അതിൻ്റെ സൂചി നീങ്ങുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വാൽവ് പതുക്കെ തുറന്നു നോക്കാം. ഈ വാൽവ് തുറക്കുന്നതോടെ രാസപ്രവർത്തനം ആരംഭിക്കുന്നു. അതായത് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ കുറച്ച് നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും CO2 ഉൽപ്പാദനം തുടങ്ങുന്നതായിട്ട്. ബബിൾസ് നമ്മുടെ അക്വേറിയത്തിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ കിറ്റിൽ കിട്ടിയിരിക്കുന്ന ഒരു മാഗ്നറ്റ് ഉണ്ട്. ആ മാഗ്നറ്റ് നമ്മുടെ സിട്രിക് ആസിഡിൻ്റെ ബോട്ടിലകത്തുള്ള ആ ട്യൂബിൻ്റെ അറ്റവുമായിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ സിട്രിക് ആസിഡിൻ്റെ ട്യൂബ് വെള്ളത്തിനടിയിലാണ് കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് അത് വലിച്ചെടുത്ത് സിട്രിക് ആസിഡ് വലിച്ചെടുക്കുകയും അതനുസരിച്ച് നമ്മുടെ സിട്രിക് ആസിഡ് പെട്ടെന്ന് തീരുകയും ചെയ്യും. നമ്മുടെ അക്വേറിയത്തിൽ CO2 ബബിൾസ് കൃത്യമായിട്ട് വരാൻ തുടങ്ങി. CO2 നിങ്ങളുടെ അക്വേറിയത്തിലെ ചെടികൾക്ക് വളർച്ചയ്ക്ക് വളരെ സഹായകരമാകും. അത് നമ്മൾ CO2ൻ്റെ ആ ഫ്ലോ ഒരു സെക്കൻഡിൽ ഏകദേശം 2 ബബിൾസ് എന്ന നിരക്കിൽ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ മിശ്രിതം ഏകദേശം ഒരു 14 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാനാകും. ഉപയോഗിക്കുന്ന CO2ൻ്റെ അളവും ബബിൾസ് റേറ്റും അനുസരിച്ച് അതിൻ്റെ ദൈർഘ്യത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. കൊടുത്ത ഉടനെ വലിയ മാറ്റം പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട കേട്ടോ. സാധാരണയായിട്ട് ഒരു 15 മുതൽ 30 ദിവസത്തിനുള്ളിലായിരിക്കും ചെടികളുടെ വളർച്ചയിൽ നല്ല വ്യത്യാസം വരാൻ, നല്ല മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങുക. ഒരു കാര്യം ഓർക്കണം, CO2 മാത്രം നൽകിയാൽ പോരാ, ആവശ്യത്തിന് നല്ല ലൈറ്റിംഗ് വേണം. അതുപോലെ തന്നെ ഗുണമേന്മയുള്ള പ്ലാന്റ് സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലോ ഉപയോഗിച്ചാൽ മാത്രമേ മികച്ച വളർച്ചയും നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തതിനുള്ള ഫലവും നമുക്ക് ലഭിക്കത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ അക്വേറിയം ഉള്ളവർ പ്ലാന്റ്സിന് CO2 എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം, ഇത് സക്സസ് ആയോ എന്ന്. അതുപോലെ ഈ അക്വേറിയത്തിൻ്റെ പ്ലാന്റ്സ് വളർത്തുന്നതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറയണം. ഒരുപാട് വീഡിയോസ് ഇതിനെ സംബന്ധിച്ചും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.